നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ്റെ ഒരു സ്പെഷ്യൽ വിങ്ങിലേക്കും പുതിയ അപേക്ഷ ക്ഷണിക്കുന്നതിൻ്റെ ഷോർട്ട് നോട്ടീസ്, അതായത് RPFൻ്റെ കാര്യമാണ് പറയുന്നത്. റെയിൽവേയിലെ പോലീസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, റെയിൽവേയിൽ ഒരു പോലീസ് നിൽക്കുന്നത് RPF എന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ അപേക്ഷ ഉടനെ തന്നെ RRB സ്വീകരിക്കാൻ പോവുകയാണ്. മിനിമം 10ാം ക്ലാസ് മതി, D+ൻ്റെയോ മറ്റൊരു പ്രശ്നവും ഇവിടെ ചോദിക്കുന്നില്ല. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് ലഭിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. റെയിൽവേൻ്റെ കലണ്ടർ ഇറങ്ങിയ സമയത്ത് പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. എനിവേ, ഇത് എപ്പോൾ റിലീസ് ചെയ്യും, എപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങും എന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഷോർട്ട് നോട്ടീസിൽ ഇപ്പോൾ റെയിൽവേ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ, അതായത് വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഈ ഒരു അവസരം ഉപകാരപ്പെടുന്നതായിരിക്കും. ഏകദേശം 4000-ൽ കൂടുതലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഒഴിവുകളും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RPF തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ദി റെയിൽവേയുടെ കീഴിൽ നിന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേയുടെ കീഴിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ആണ് ഈ പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്, ഈ 2 വിങ്ങിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം, ഇതിൻ്റെ വേക്കൻസി, മുന്നേ വന്നിട്ടുള്ള വേക്കൻസി അപേക്ഷിച്ച് വേക്കൻസി ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഡബിൾ മടങ്ങായിട്ട് വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ കാര്യം എടുത്ത് പറയുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. അതായത് RPF 01/2024 RPF 02/2024 സബ് ഇൻസ്പെക്ടറിൻ്റെയും അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെയും ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത്. എനിവേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 15/4/2024 നമ്മുടെ RPFൻ്റെ അപേക്ഷ തുടങ്ങുന്നതാണ്. ഇതിൻ്റെ പുസ്തകങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു റിവ്യൂ ഒക്കെ നോക്കി, തിരക്കേടില്ലാത്തൊരു പുസ്തകം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ ബേസിക് ഐഡിയ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏതൊക്കെ സിലബസ് വരും അതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് അത്യാവശ്യം ഗ്രഹിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ അത് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ജസ്റ്റ് നല്ലൊരു പുസ്തകം കണ്ടപ്പോൾ അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതേ ഉള്ളൂ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എനിവേ, ഇതിൻ്റെ അപേക്ഷ 15/4/2024 സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 14/5/2024 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 30 ദിവസത്തിൻ്റെ അടുത്ത് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്, ഒരു മാസത്തിൻ്റെ അടുത്ത്. ഇനി നമുക്കിവിടെ അറിയാനുള്ളത്, സബ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് ലെവൽ 6 ആണ് പേ സ്കെയിൽ ലഭിക്കുക. കോൺസ്റ്റബിളിന് ലെവൽ 3യും. SIക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞത്. ഡിഗ്രി ആവശ്യമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന് 10ാം ക്ലാസ് മതി. ബേസിക് പേ ഇവിടെ കാണാൻ സാധിക്കും. 2 തസ്തികയിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള പേ, അതായത് തുടക്കത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം കാണാൻ സാധിക്കും. പിന്നെ SIക്ക് അപേക്ഷിക്കാനായിട്ട് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടൽ വേക്കൻസി 452 വേക്കൻസിയാണ്. 4000 ഇവിടെ കോൺസ്റ്റബിളിനാണ്. അതെന്തായാലും നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ SIൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സബ് ഇൻസ്പെക്ടറിന് ലെവൽ 6 ആണ് പേ സ്കെയിൽ. അതിന് അപേക്ഷിക്കാൻ ഡിഗ്രി വേണം. അതുപോലെ തന്നെ 35,400 രൂപ തുടക്ക ശമ്പളമാണ്. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബാക്കി ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഇതിനെ തുടർന്നിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, അതായത് ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, അത് നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അത് അന്നേരം നിങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ടോട്ടൽ വേക്കൻസി 452 ആണ്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടുമോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുന്നതല്ല. കാരണം ഏറ്റവും അവസാന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ വന്നേരം 10,000-ൻ്റെ അടുത്തായിരുന്നു ടോട്ടൽ വേക്കൻസി. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വേക്കൻസി വരേണ്ടതാണ്. കഴിഞ്ഞ തവണ ഒരു ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ ശരിക്കും ഞാനും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയും കുറവ് വേക്കൻസി എങ്ങനെ വന്നു എന്ന് കരുതിയിട്ട്. ഇപ്പോൾ വേക്കൻസി മാറിയിട്ടുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇനി കോൺസ്റ്റബിൾ തസ്തികയാണ്. ലെവൽ 3 ആണ് പേ സ്കെയിൽ. 10ാം ക്ലാസ് മതി. 21,700 രൂപ മുതലാണ് തുടക്ക ശമ്പളം. അതുപോലെ തന്നെ പിന്നെ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ അപേക്ഷിക്കാം. 4208 ഒഴിവുകൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 തസ്തികയിലേക്കുമായിട്ട് 4660 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. 500 രൂപ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 500-ൽ നിന്ന് 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ആദ്യഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും തിരിച്ചു കയറും. എഴുതാത്തവർക്ക് 500 നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പരീക്ഷ എഴുതാൻ വേണ്ടി RRB ചെയ്യുന്നൊരു പരിപാടിയാണ്.
പരീക്ഷ എല്ലാവരും എഴുതാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്, അതിന് 400 രൂപ തിരിച്ചു തരും. ഇനി അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ബിലോങ് ടു SC ST ഫീമെയിലൊക്കെ വനിതകളൊക്കെ അപേക്ഷിക്കുമ്പോൾ അവർ എക്കണോമിക്കലി വീക്കർ സെക്ഷനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് 250 രൂപ ഫീസ് അടച്ചാൽ മതി. ആ 250 രൂപയും മൊത്തം എമൗണ്ടും അവർക്ക് പരീക്ഷയുടെ ആദ്യഘട്ടം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കയറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ നമ്മുടെ RRBൻ്റെ വെബ്സൈറ്റ്, തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ നോട്ടീസ് ഇത് താഴെ കൊടുക്കുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് മനസ്സിലായെന്ന് കരുതുന്നു. നോട്ടിഫിക്കേഷൻ നമുക്ക് ഏകദേശം 15/4/2024 പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാവരും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് RPF എന്ന് പറയുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഒരു കരിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് കണ്ടുമുട്ടാം. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.